ഇപ്പോൾ നമ്മുടെ ബി എഡിൻ്റെ മെറ്റീരിയൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് ഉണ്ടാവും ഇവിടെ ടു ജോയിൻ ദ ലൈവ് ക്ലാസ് ഓൺ ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഇതേപോലെ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ലിങ്ക് ഫിക്സഡ് ആയിരിക്കും. എല്ലാ ക്ലാസ്സും നമ്മൾ അതുവഴി തന്നെ അറ്റൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ID വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റഡി മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാന്നുള്ളത്. അഗൈൻ ഡിസ്ക്രിപ്ഷനിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആക്സസ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ത്രൂ ദ ലിങ്ക് ഗിവൺ ബിലോ എന്നുള്ളത്. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇമെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ആക്സസ് എല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മൾ കോഴ്സിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ഇമെയിൽ IDക്ക് നമ്മൾ ആക്സസ് തരും. അപ്പോൾ ആ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു ഗൂഗിൾ ഡ്രൈവിലോട്ടാണ് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ട് 4 ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ അടിയിൽ ഇവിടെ കംപ്ലീറ്റ് സിലബസ്, അതുപോലെ തന്നെ ഒരു ആൻസർ സ്ക്രിപ്റ്റിന്റെ മോഡൽ ഉണ്ടാവും, പിന്നെ ഒരു മെയിൻ സിലബസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ മെയിൻ സിലബസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കോഴ്സിന്റെ സ്ട്രക്ചർ എന്നുള്ള കാണാൻ പറ്റും. ഓരോ സെമസ്റ്ററിൽ നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അതിന്റെ ക്രെഡിറ്റും അതിന്റെ മാക്സിമം സ്കോറൊക്കെ ആയിട്ട് അതിന്റെ ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇനി കംപ്ലീറ്റ് സിലബസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ പേപ്പറിലും അടങ്ങിയിരിക്കുന്ന ടോപ്പിക്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ആൻസർ സ്ക്രിപ്റ്റിന്റെ മോഡൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ താഴെ നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ മാർജിനെ കുറച്ച് രണ്ട് സൈഡിൽ മാർജിനെ കുറച്ച് പേജ് നമ്പർ ഒക്കെ ഇട്ട് മാക്സിമം ചാർട്ടും ഡയഗ്രാംസ് ഒക്കെ കയറ്റി ബുക്ക്ലെറ്റ് ഫില്ല് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഫസ്റ്റ് സെമസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ സെമസ്റ്ററിലെ 4 പേപ്പർ ഉണ്ട്. അവിടെ കണ്ടംപററി ഇന്ത്യ, എഡ്യൂക്കേഷൻ സൈക്കോളജി, ലാംഗ്വേജ് അക്രോസ് കരിക്കുലം, പിന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ്, അത് കൂടാതെ പെഡഗോജി സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. അപ്പോൾ ഈ 4 ഫോൾഡറിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിലോട്ടുള്ള കണ്ടന്റ് കിട്ടും. അത് കൂടാതെ അതിന്റെ അടിയിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ലൈവ് ക്ലാസ് എന്ന് വേണ്ടി കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് ലൈവ് ക്ലാസ്സിലോട്ട് ആക്സസ് എടുക്കുക എന്നുള്ളത്. സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് പിന്നീട് കാണാം. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു PDF ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റിന്റെ ഒരു ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ക്ലാസ് ആണ് കാണണമെങ്കിൽ ആ സബ്ജക്റ്റിന്റെ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് വിരലിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ സബ്ജക്റ്റിന്റെ റെക്കോർഡഡ് ക്ലാസിന്റെ ഒരു പ്ലേലിസ്റ്റിലോട്ടാണ് നിങ്ങൾ പോകുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഓരോ ദിവസത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ആണ്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ റെക്കോർഡ് ചെയ്ത ക്ലാസ് ഇവിടെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ തിരിച്ചു വന്ന് നമുക്ക് ഇനി നമ്മൾ തിരിച്ച് ഫോൾഡറിലോട്ട് പോകുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ള ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോട്ട്സ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഈ സബ്ജക്റ്റിന്റെ PDF ടെക്സ്റ്റ് ബുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹാർഡ് കോപ്പി കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് PDF ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ വായിച്ച് നോക്കാനൊക്കെ പറ്റും, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഓഫ്കോഴ്സ് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ വരും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സിലെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോട്ട്സ് ഉണ്ടാവും. ഈ നോട്ട്സിനകത്ത് നമുക്ക് ഇവിടെ ഇപ്പോൾ യൂണിറ്റ് 1 ഒരു പാർട്ടായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ഇവിടെ എല്ലാ നോട്ട്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ സമയമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോയിന്റ്സ് ആയിട്ടുള്ള നോട്ട്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ എല്ലാം പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്ത് പോയിന്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് ഇത് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് പോയി എഴുതാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ളവർക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്. നോട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ടെക്സ്റ്റ് ബുക്കിന്റെ PDF അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ലൈവ് ക്ലാസ് അവൈലബിൾ ആണ്. ഇൻ കേസ് ലൈവ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽസിന്റെ ആക്സസ് ചെയ്യാന്നുള്ളതാണ്. ഇത് അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമാണ് ഇതിലേക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 9072151151 എന്നുള്ള നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി.